പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 26, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ടോപ്പ് ലെവലിൽ പോകുന്തോറും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അത് ചോദിക്കാം, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സിവിൽ സർവീസ് പരീക്ഷ, അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന പരീക്ഷകളിലെ കറണ്ട് അഫേഴ്സിന് നല്ലൊരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് നമ്മൾ എന്നും അതിനുവേണ്ടി തന്നെ കുറച്ച് സമയം മാറ്റിവെച്ചിരിക്കണം. ഇന്നത്തെ പത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് ആണ്, അതായത് ISROയുടെ മുൻ ചെയർമാൻ K. കസ്തൂരിരംഗൻ അന്തരിച്ച കാര്യം. 1994 മുതൽ 2003 വരെ ആയിരുന്നു K. കസ്തൂരിരംഗൻ ISROയുടെ ചെയർമാൻ. ISROയുടെ 5ാമത്തെ ചെയർമാൻ ആയിരുന്നു K. കസ്തൂരിരംഗൻ. അദ്ദേഹം ഇന്നലെ വെള്ളിയാഴ്ച അന്തരിച്ചു. കൂടാതെ മറ്റൊരു ഹെഡിങ് ആണ്, ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. റോസ്ഗർ മേള, അതിൻ്റെ ഭാഗമായിട്ട് 51,000-ലധികം അപ്പോയിൻമെൻറ്റുകൾ വിതരണം ചെയ്യും. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മോഹിത് ബോറ ഓഫ് ഗുജറാത്ത് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ നാഷണൽ പോക്കർ ചാമ്പ്യൻ. ഗുജറാത്തിലെ മോഹിത് ബോറയാണ് ആദ്യമായി ഇന്ത്യൻ ദേശീയ പോക്കർ ചാമ്പ്യൻ. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പോക്കർ ചാമ്പ്യൻ ആരായിരുന്നു? മോഹിത് ബോറ. പോക്കർ എന്ന ഗെയിം, ഈ ഗെയിം ആദ്യമായിട്ടാണ് ഒരു നാഷണൽ ലെവലിൽ ഇത് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു ഗെയിമിൽ ആദ്യമായിട്ട് വിജയിച്ച വ്യക്തിയാണ് ഗുജറാത്തിലെ മോഹിത് ബോറ. അതായത് കാർഡ്സായി ബന്ധപ്പെട്ട ഒരു ഗെയിം ആണ് പോക്കർ, ചീട്ടുകളിയാണത്. ഒരു നാഷണൽ ലെവലിൽ ഇന്നിപ്പോൾ നടത്തിയിട്ടുള്ള ഗെയിം ആണ്. ഇതിലാണ് മോഹിത് ബോറ വിജയിച്ചിട്ടുള്ളത്. 2025 ഏപ്രിൽ 13 മുതൽ ഏപ്രിൽ 17 വരെ നടന്ന ആദ്യത്തെ ദേശീയ പോക്കർ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നത്? ഗോവ. ആദ്യമായിട്ട് നടത്തിയിട്ടുള്ള ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആണ് ഇത്. നടന്നിട്ടുള്ളത് ഗോവയിലാണ്, ഏപ്രിൽ 13 മുതൽ 17 വരെ. 2025 ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ പോക്കർ ചാമ്പ്യൻഷിപ്പിൽ എത്ര കളിക്കാർ പങ്കെടുത്തു? 12 കളിക്കാർ. 12 കളിക്കാർ പങ്കെടുത്തിട്ടുള്ള ഏപ്രിൽ 13 മുതൽ 17 വരെ നടന്ന ഈ മത്സരം നടന്നിട്ടുള്ളത് ഗോവയിലാണ്. ഇതിലാണ് ഗുജറാത്തിലെ മോഹിത് ബോറ ചാമ്പ്യൻ ആയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, സെക്കൻഡ് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് ടു ബിഗിൻ ഇൻ ന്യൂഡൽഹി. 2ാമത്തെ ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സ്പോർട്സായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 25 നടന്ന 2ാമത്തെ ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഏപ്രിൽ 25, അതായത് ഇന്നലെ ആരംഭിച്ചിട്ടുള്ള 2ാമത്തെ ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ്. 2025 ഏപ്രിൽ 25 നടക്കുന്ന 2ാമത്തെ ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ എത്ര ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകൾ പങ്കെടുക്കും? 21 ഏഷ്യൻ രാജ്യങ്ങൾ. വളരെ വലിയൊരു ചാമ്പ്യൻഷിപ്പ് ആണ് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ്. ഇത് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലേയേഴ്സ് പങ്കെടുക്കുന്ന ഒരു വലിയൊരു കോമ്പറ്റീഷൻ ആണ് 2ാമത്തെ ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ്. ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിൻ്റെ ആദ്യ പതിപ്പ് എവിടെയാണ് നടന്നത്? 2022 ബാങ്കോക്ക്, തായ്ലൻഡ്. തായ്ലൻഡിൻ്റെ ക്യാപിറ്റൽ ആണ് ബാങ്കോക്ക്. ബാങ്കോക്കിലാണ് 2022 ആദ്യത്തെ ദ ഫസ്റ്റ് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നടന്ന ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിൻ്റെ ആദ്യ പതിപ്പിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? 55 മെഡലുമായി ഇന്ത്യ. 2022 നടന്നിട്ടുള്ള ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് ഇത് നടന്നിട്ടുള്ളത് തായ്ലൻഡിലെ ബാങ്കോക്കിലാണ്. ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ള ടീം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണ്. ഇപ്പോൾ 2ാമത്തെ ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് ആണ് ഇത് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, അണ്ടർ റോസ്ഗാർ മേള പ്രൈം മിനിസ്റ്റർ ടു ഡിസ്ട്രിബ്യൂട്ട് മോർ ദാൻ 50,000 അപ്പോയിൻമെന്റ്സ്. റോസ്ഗാർ മേളയുടെ ഭാഗമായി പ്രധാനമന്ത്രി 51,000-ലധികം അപ്പോയിൻമെൻറ്റുകൾ വിതരണം ചെയ്യും. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 26 51,000-ലധികം അപ്പോയിൻമെൻറ്റ് ലെറ്ററുകൾ ഏത് മേളയുടെ കീഴിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും? റോസ്ഗർ മേള. നമ്മൾ മിക്കവാറും പത്രങ്ങളിൽ കാണുന്ന ഒരു വാർത്തയാണ്, അതായത് റോസ്ഗർ മേള. ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് നടക്കാൻ പോകുന്ന റോസ്ഗർ മേള, ഇതിൽ 51,000-ലധികം അപ്പോയിൻമെൻറ്റ്സ് ആണ് നൽകാൻ പോകുന്നത് ഇന്നത്തെ ദിവസം. ഇത് നൽകുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് വർഷമാണ് റോസ്ഗർ മേള ഉദ്ഘാടനം ചെയ്തത്?
2022 ഒക്ടോബർ 22. അതായത് ഇന്നിപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മുൻകൈ എടുത്തിട്ടുള്ള ഒന്നാണ് റോസ്ഗാർ മേള എന്ന് പറയുന്ന ഈ ഒരു മേള. ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ്, അത് ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിലും അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ് അത് നൽകുന്ന ഒരു പ്രക്രിയ, ആ ഒരു മേളയാണ് റോസ്ഗാർ മേള എന്ന് പറയുന്നത്. ഇത് ആരംഭിച്ചത് 2022 ഒക്ടോബർ 22 രാജ്യത്തുടനീളം എത്ര സ്ഥലങ്ങളിൽ 15ാമത് റോസ്ഗാർ മേള നടക്കും? 47 സ്ഥലങ്ങൾ. 47 സ്ഥലങ്ങളിലായിട്ടാണ് റോസ്ഗാർ മേള നടക്കാൻ പോകുന്നത്. ഏതാണ്ട് 51,000-ലധികം പേർക്കാണ് ഇന്നത്തെ ഈ ഒരു ദിവസം അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിക്കാൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ഫോംസ് എ 3-step പ്ലാൻ ഓൺ ദി ഇൻഡസ് വാട്ടർ സ്റ്റോപ്പ് ദി ഫ്ലോ ടു പാകിസ്ഥാൻ. സിന്ധു നദിയിലെ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുക്ക് തടയുന്നതിനായി ഇന്ത്യ 3 ഘട്ട പദ്ധതിക്ക് രൂപം കൊടുത്തു. പഹൽഗാമുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എടുത്തിട്ടുള്ള ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഇൻഡസ് വാട്ടർ, സിന്ധു നദിയിലെ ജലം അത് പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് അത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സിന്ധു ജല ഉടമ്പടി പ്രകാരം ഇന്ത്യക്ക് മാത്രമായി അനുവദിച്ചിരിക്കുന്ന നദികൾ ഏതാണ്? രവി, ബിയാസ്, സത്ലജ്. സിന്ധു വാട്ടർ ട്രീറ്റിയെ ബന്ധപ്പെട്ട് 3 നദികൾ ആണ് രവി, ബിയാസ്, സത്ലജ്. 2025 ഏപ്രിൽ 22 പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏത് ജല ഉടമ്പടിയാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്? സിന്ധു ജല ഉടമ്പടി, ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഈ കഴിഞ്ഞ ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരരുടെ അറ്റാക്ക്, ആ അറ്റാക്കിൽ 26ഓളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എടുത്തിട്ടുള്ള ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ജല ട്രീറ്റി പ്രകാരം ലഭിച്ചിരുന്ന ജലം അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ്. ഇത് പാകിസ്ഥാനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. കാരണം ആ പ്രദേശങ്ങളിൽ പൂർണ്ണമായിട്ടും കൃഷി എല്ലാം ഇനി ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് സിന്ധു ജല ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? 1960. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇത് സൈൻ ചെയ്തിട്ടുള്ളത് 1960ലാണ്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിട്ടുള്ള അയൂബ് ഖാൻ എന്നിവരാണ് ഈ ഒരു ട്രീറ്റി അത് ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം പല പ്രാവശ്യം ഇതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഡസ് വാട്ടർ ട്രീറ്റി അത് ഇന്ത്യ പൂർണ്ണമായിട്ടും അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതനുസരിച്ച് ഇനി സിന്ധു നദിയിലുള്ള ജലം ഇനി പാകിസ്ഥാനിലേക്ക് ഒഴുക്കില്ല എന്നതാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഡാം പണിയുക, ഡാമിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ലെവലിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ആണ് എടുക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ആ ഡാം പണിയാൻ സാധിക്കില്ലായിരുന്നു, കാരണം പാകിസ്ഥാനോടുമായിട്ട് കൺസൾട്ട് ചെയ്യണമായിരുന്നു ഈ ഒരു ട്രീറ്റി പ്രകാരം. എന്നാൽ ഇപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി അത് സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് ഇനി പാകിസ്ഥാൻ്റെ പെർമിഷൻ്റെ ആവശ്യമില്ല. ഇന്ത്യയുടെ ഭാഗത്ത് ഒരു ഡാം പണിയാൻ സാധിക്കും. ഇത് ഇന്ത്യക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നായിട്ട് മാറുകയാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ്: വേൾഡ് മലേറിയ ഡേ 2025, ലോക മലേറിയ ദിനം 2025. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ലോക മലേറിയ ദിനം ആഘോഷിക്കുന്നത്? ഏപ്രിൽ 25. ഇന്നലെ ഏപ്രിൽ 25 ഇന്നലെയായിരുന്നു വേൾഡ് മലേറിയ ഡേ ആയിട്ട് ആചരിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മലേറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഏതാണ്? നൈജീരിയ. ഇന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡം, പ്രത്യേകിച്ച് നൈജീരിയയാണ് ഏറ്റവും കൂടുതലായിട്ട് മലേറിയ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യം. ഏതാണ്ട് 33% മലേറിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നൈജീരിയയിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കോങ്കോ, ടാൻസാനിയ, നൈജർ എന്നീ രാഷ്ട്രങ്ങളിൽ നിന്നാണ്. 2025 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്താണ്? മലേറിയ എൻഡ്സ് വിത്ത് അസ്, റീ ഇൻവെസ്റ്റ്, റീ ഇമാജിൻ, റീ ഇഗ്നൈറ്റ്. മലേറിയ നമ്മളിലൂടെ അവസാനിക്കുന്നു. പുനർനിക്ഷേപിക്കുക, പുനർസങ്കല്പിക്കുക, വീണ്ടും പുനർജീവിപ്പിക്കുക. 2023 ലോകമെമ്പാടും എത്ര പേർ മലേറിയ ബാധിച്ച് മരിച്ചു? ഏകദേശം 5,97,000 പേർ. വലിയൊരു കണക്കാണത്. അതായത് 2023 മലേറിയ മൂലം മരിച്ചിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ 5,97,000 പേരായിരുന്നു. 2022 ആണെങ്കിൽ അത് ഏതാണ്ട് 6 ലക്ഷം പേരായിരുന്നു. ജേഡിസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.